ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ജംഷാദ്. യെസ് മക്കളെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നമ്മുടെ ഇംഗ്ലീഷിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്. ആക്ച്വലി അതിന്റെ പുതിയ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് കൂടിയാണ്, അതേതാണെന്ന് പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മൊത്തത്തിൽ ഒരു അനലൈസ് നടത്തിയ സമയത്ത് എത്രത്തോളം ഉണ്ട് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റിന്റെ ആ ഒരു അവസ്ഥ, അതിന്റെ വ്യാപ്തി, കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് എന്താക്കാം ഡിസ്കസ് ചെയ്യാം. ഏതായാലും ഇതുപോലത്തെ ധാരാളം ഡീറ്റെയിൽസ്, ഇതുപോലത്തെ ധാരാളം നമ്മുടെ 9th സ്റ്റാൻഡേർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം വീഡിയോസ് ഇനി വരാനിരിക്കുന്നുണ്ട്. ആ വീഡിയോസ് ഇനി കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി ഫോർഗെറ്റ്, ഒരിക്കലും നിങ്ങൾ എന്താക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സെറ്റാണ്, പവറാണ്. യെസ് ഇനി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിന്റെ ആ ഒരു ഫ്രണ്ട് പേജ് ആണ്. യെസ്, ദിസ് ഈസ് അവർ ന്യൂ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്. യെസ്, ഇതാണ് നമ്മുടെ പുതിയ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അതിന്റെ കവർ പേജ് എന്ന് പറയുന്നത് ഇതാണ്. അതിന്റെ ഫസ്റ്റ് പാർട്ട് മാത്രമേ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ആക്ച്വലി ഇതാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോഴേക്കും, ആക്ച്വലി ഇതിന്റെ ഫ്രണ്ട് പേജ് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു തോട്ട്സ് എന്താണ് മക്കളെ? വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ധാരാളം പിക്ചേഴ്സ് വരുന്നുണ്ട്. അത് ആക്ച്വലി നമുക്ക് വരാനിരിക്കുന്ന ചാപ്റ്ററിനെ ഡിനോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു കവർ പേജ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പല പല വ്യത്യസ്തമായിട്ടുള്ള പിക്ചേഴ്സും കാണുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ മോഡേൺ യുഗത്തിൽ, ആക്ച്വലി നമ്മുടെ ഹോളിവുഡ് ഫിലിമിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക, ഒരു ന്യൂ തീം ഓറിയന്റഡ് ആയിട്ടുള്ള പല ചാപ്റ്റേഴ്സും അതിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ആക്ച്വലി ഇതാ കണ്ടോ, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മുടെ 9th പഠിക്കാനുള്ളത്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമുക്ക് ഒരു 2 യൂണിറ്റ് കൂടി വരാനുണ്ടെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സെക്കൻഡ് പാർട്ടിൽ 2 യൂണിറ്റ് കൂടി ഉണ്ടാവുമെന്ന് നമുക്ക് എന്താക്കാം, ലെറ്റ്സ് എക്സ്പെക്ട്. സോ ഓക്കെ, ഏതായാലും ഇതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. കണ്ടോ, ഹാഫ് എ ഡേ. ഓക്കെ, ഹാഫ് എ ഡേ എന്നാണ് ഫസ്റ്റ് യൂണിറ്റിന്റെ പേരെന്ന് പറയുന്നത്. ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ്. യെസ്, നമ്മള് കവർ പേജിൽ ഒരു ഇമേജ് കണ്ടല്ലോടാ. കവർ പേജിൽ ഒരു ഇമേജ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ തോട്ട് ഉണ്ടാവുക? ആക്ച്വലി ടൈം ഫ്ലൈസ് എന്നുള്ള, സമയം പറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തീം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ആക്ച്വലി ടൈം ട്രാവൽ. യെസ്, അത് തന്നെയാണ് പുതിയ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു ഫസ്റ്റത്തെ ചാപ്റ്റർ വായിച്ച സമയത്ത്. ഒരു ടൈം ട്രാവൽ, ആ ഒരു എന്താ പറയുക, ഇൻട്രസ്റ്റെല്ലാർ മൂവി പോലെ, അല്ലെങ്കിൽ 24, ഓക്കെ, ആ ഒരു മൂവിയൊക്കെ പോലെയുള്ള, അതായത് വളരെ അടിപൊളിയായിട്ടുള്ള പുതിയ ഒരു മോഡേൺ തീം എന്ന് പറയാൻ പറ്റും. ഓക്കെ, പഴയ തീമാണ്, പക്ഷെ അങ്ങനത്തെ ഒരു ചാപ്റ്റർ ഒന്നും നമ്മൾ എന്താക്കിയിട്ടുണ്ടായിരുന്നില്ല, ഇത്രയും കാലം സിലബസിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്ത് തന്നെയാണെങ്കിലും ടൈം ട്രാവൽ ഒക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, ടൈം ട്രാവൽ ഓറിയന്റഡ് ആയിട്ടുള്ള, ടൈം ഡൈല്യൂഷൻ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു ചാപ്റ്റർ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് ഹാഫ് എ ഡേ. പുതിയ ചാപ്റ്റർ ആണ് ആക്ച്വലി. യെസ്, ഡെപ്ത് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നത്തിങ് ട്വൈസ് എന്നീ ചാപ്റ്റേഴ്സ് ഒക്കെയാണ് നമ്മുടെ ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്നുള്ള ഈ ഒരു യൂണിറ്റിൽ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് വിൻസ് ഓഫ് ചേഞ്ച് എന്നാണ്. വിൻസ് ഓഫ് ചേഞ്ച് എന്നുള്ള ആ ഒരു യൂണിറ്റിൽ വന്നിട്ടുള്ളത് ഡ്രീംസ് റിയലൈസ്ഡ്, ദി ടോയ്ലറ്റ്, സക്സസ് തുടങ്ങിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ അതിലുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ യൂണിറ്റിൽ എക്സ്പെയർ ആൻഡ് എക്സ്പ്ലോർ എന്നുള്ള പുതിയൊരു യൂണിറ്റ് ഉണ്ട്. മൂന്നാമത്തെ യൂണിറ്റ് ഉണ്ട് സീ ഫോർ എവർ എന്നുള്ള ഒരു പോം ഉണ്ട്, ദ സാഗ ഓഫ് ദ ടിഫിൻ കാരീസ്, അതുപോലെ തന്നെ വെയിറ്റിംഗ് ഫോർ റെയിൻ എന്നുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള പുതിയ ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് മൊത്തത്തിൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വളരെ വെറൈറ്റി ഉള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല, ഈ ചാപ്റ്റേഴ്സിലൊക്കെ പുതിയ വൊക്കാബുലറീസ്, നമുക്ക് അത്ര പെട്ടെന്ന് കണ്ടുപരിചയമില്ലാത്ത പുതിയ വൊക്കാബുലറീസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ വർഷം ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി വെറൈറ്റി ആണ്. നമുക്ക് സോൾവ് ചെയ്യാം, പക്ഷേ കുറച്ചുകൂടി വെറൈറ്റി ആണ്. പുതിയ വഴിയിലൂടെയൊക്കെയാണ് ആക്ച്വലി അവരെന്താക്കുന്നത്, ആ ഒരു ആക്ടിവിറ്റി കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാൾ കുറച്ചുകൂടി ക്രിയേറ്റിവിറ്റി അവരെന്താക്കിയിട്ടുണ്ട് നമ്മുടെ ആക്ടിവിറ്റിയിലും, അതുപോലെ തന്നെ ചാപ്റ്റർ ആ ഒരു സെലക്ഷനിലും ഒക്കെ എന്താക്കിയിട്ടുണ്ട്, വരുത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി മോഡേൺ ആയതുപോലെ നമുക്ക് എന്താണ് ഒരു ഫീൽ നമുക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മീൻസ് ആക്ച്വലി ഈ ഒരു ഡീറ്റെയിൽസ് അറിയണ്ട, നിങ്ങളുടെ എക്സാക്ട് 9th സ്റ്റാൻഡേർഡിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അത് മാത്രമല്ല, ഒരൊറ്റ കാര്യം കൂടി പറയാനുണ്ട്. യെസ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവില്ല, കാരണം നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഇനിയും നമുക്ക് പറയാനുണ്ട്. ഓരോ ചാപ്റ്റേഴ്സും അതിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ എന്താക്കും യൂട്യൂബ് ചാനൽ ഇടുന്നതാണ്. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ എന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഡെഫിനറ്റ്ലി നമുക്ക് അടിപൊളിയാക്കാം ഇനി വരുന്ന എക്സാമിനൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ 9th ക്ലാസ്സിൽ ആക്ച്വലി ഓൺലൈൻ ട്യൂഷൻ നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി എന്താക്കിയിട്ടുണ്ട്, നമ്മളെ ഇംഗ്ലീഷിന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങിയെന്ന് പറയാൻ പറ്റും. ഡെഫിനറ്റ്ലി വെറും 2999 രൂപയ്ക്ക് നിങ്ങളിപ്പോൾ വെക്കേഷൻ ടൈമിൽ പോലും നിങ്ങൾക്ക് ആക്സസിബിൾ ആണ്. നിങ്ങൾക്ക് വരാനിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ, നമ്മൾ തുടക്കത്തിലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഇപ്പോൾ തന്നെ സെറ്റ് ആവുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഡെഫിനറ്റ്ലി 1 ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ബാച്ചിൽ ജസ്റ്റ് 2999 എന്നുള്ള ആ ഒരു മാസ്മരിക നമ്പർ. ഓക്കെ, അത് ഒരു വർഷത്തേക്കാണ് കേട്ടോ. ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് യെസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഈ ഒരു
QR കോഡ് സ്കാൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ എങ്ങനെ ആപ്പ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാന്നുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക, പവർ ആക്കുക, എല്ലാവരും നിഞ്ച ബാച്ചിലേക്ക് കയറി വരിക. ഏതായാലും നമ്മുടെ 9th ഇപ്രാവശ്യത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ കിടുക്കാച്ചി ചാപ്റ്റേഴ്സ് ആണ്, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. വേറെ ലെവൽ ചാപ്റ്റേഴ്സ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു ടൈം ട്രാവൽ ഓറിയന്റഡ് ആയിട്ടുള്ള പുതിയൊരു വെറൈറ്റി ചാപ്റ്റർ തന്നെയാണ് നമ്മളതൊക്കെ നമ്മുടെ നിഞ്ച ബാച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. യെസ്, ഏതായാലും സെറ്റാണ്. അതുപോലെ തന്നെ പുതിയ ചാപ്റ്ററിനെ പറ്റി, പുതിയ ആ ഒരു രീതിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്ത് തന്നെയായാലും ഏത് തരത്തിലുള്ള ടഫ് തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് സൈലം എല്ലാം സെറ്റാക്കി തരും. വൈഫ് ഹിയർ വെൻ സൈലം ഈസ് ഹിയർ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറന്നു പോരുത്. 9ാം ക്ലാസ്സിൽ എക്സാക്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സെറ്റാണ്, ലൈക്ക് ചെയ്യുക. പവർ ആണല്ലോ. ഓക്കെ, നമുക്ക് നിഞ്ച ബാച്ച് കാണാം, പവർ ആക്കാം.